Hi students, good morning. Welcome to my college programs. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അതായത് ബി ഇംഗ്ലീഷ് ഇതിലെ ഒരു സബ്ജക്റ്റാണ് നാഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. നമുക്കറിയാം നാഷൻ നമ്മുടെ രാജ്യമാണ്. നമ്മുടെ രാജ്യം അവർ നാഷൻ ഏതാണ്? ഇന്ത്യ. അവർ നാഷൻ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. നമ്മൾ ജീവിക്കുന്നത് സൊസൈറ്റിയിലാണ്. നമ്മളെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയും. അല്ലാതെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും? നമ്മുടെ സംസ്ഥാനത്തിൽ, നമ്മൾ ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് ഏതാ? കേരള അല്ലെ? കുറേ സ്റ്റേറ്റ്സ് ഉണ്ട് നമുക്ക് അല്ലേ? കർണാടക, തമിഴ്നാടൊക്കെ സ്റ്റേറ്റ് ആണ്. പക്ഷെ സ്റ്റേറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് എന്നതുകൂടി നമ്മൾ ഇന്നറായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇന്നർ മീനിങ്ങും കൂടി ഉണ്ട്. സ്റ്റേറ്റ് മീൻസ് ഗവൺമെൻറ് എന്നും കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സെഷനിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്റ്റേറ്റ് എന്നും എന്താണ് സൊസൈറ്റി എന്നുമാണ് കേട്ടോ. ഇതിൽ കൺസെപ്റ്റ് ഓഫ് നാഷൻ്റെ കൺസെപ്റ്റ്, നാഷൻ എന്താണ്, എന്താ പ്രശ്നങ്ങളുള്ളതാണ്, നാഷനിലെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, നാഷൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, നാഷൻ അതൊരു നേഷനായിട്ട് വളരാനിടയായ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതൊക്കെ ഒരു ഫസ്റ്റിലെ പോയിന്റിൽ പറയും. നെക്സ്റ്റ് നാഷണൽ സ്റ്റേറ്റ് ആൻഡ് നാഷണാലിസം. നാഷണൽ സ്റ്റേറ്റിൽ എങ്ങനെയാണ് നാഷണാലിസത്തിലേക്ക് പോയത്? അറിയാമല്ലോ എന്താ നാഷണാലിസം? ദേശീയത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ പൗരത്വം. നമുക്ക് പൗരബോധം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ദേശീയ ബോധം, നമ്മളെല്ലാവരും ഒന്നാണ്. ജാതി മത വർഗ ഭേദമന്യേ നമ്മളെല്ലാവർക്കും സ്നേഹം കൊണ്ടും കോപ്പറേഷൻ കൊണ്ടും മുന്നോട്ട് പോകുന്നതാണ് ദേശീയത. നെക്സ്റ്റ് ഒരു നേച്ചർ ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. സ്റ്റേറ്റ്ലെസ് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഈ ഒരു സെഷനിൽ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസിൻ്റെ എന്താണ്? സ്റ്റേറ്റ് ലെസ് ആണ്. സ്റ്റേറ്റ് പറഞ്ഞാൽ അതായത് നമ്മൾ എന്തൊരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണവർഗം. സ്റ്റേറ്റ് ലെസ് ആയാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു പ്രത്യേകിച്ച് നോക്കാൻ ഒരാളില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ലെസ് ആവും. സ്റ്റേറ്റ് ലെസ് ആവും, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നതാണ് നേച്ചർ ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു നേച്ചർ എന്ന സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത. ദെൻ റോൾ ഓഫ് ബ്രിട്ടീഷ് കൊളോണിയലിസം. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ റോൾ എന്താണ്? അപ്പോൾ ഈ സ്റ്റേറ്റ്ലെസ് മീൻസ് പറഞ്ഞല്ലോ. എന്താണ് ഈ സ്റ്റേറ്റ്ലെസ് പറഞ്ഞാൽ? നമുക്ക് നോക്കാൻ ആരുമില്ല, ഒരു ഓർഡിനറി ഒരു ഓർഡർ ചെയ്യാൻ നമുക്ക് ഗവൺമെൻറ് ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അത് ഏത് അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ? ഏതവസ്ഥയായിരിക്കും? നമ്മളെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു, നമ്മളെ നമ്മളെ എല്ലാം കൊണ്ടും. എക്സ്പ്ലോയിറ്റ് മീൻസ് എക്കണോമിക്കലി, പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്റ്റേറ്റ്ലെസ് ആയിരുന്നു. കാരണം നമ്മളെ ഭരണമല്ലായിരുന്നു, നമുക്ക് സ്റ്റേറ്റ് ലെസ് ആയിരുന്നു, നമുക്ക് ഇല്ലായിരുന്നു. മീൻസ് നമ്മളെ പറ്റി അനുവദിച്ചില്ലായിരുന്നു, ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആരുടെ കീഴിലായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിലായതുകൊണ്ടാണ് അവിടെ എന്ത് പേര് വന്നത്? സ്റ്റേറ്റ്ലെസ് ഗവൺമെൻറ് എന്ന പേര് വന്നത്. ആ സമയത്ത് നമ്മൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. അത് നമുക്ക് ഊഹിക്കാവുന്ന ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് ഊഹിച്ചെഴുതാനുള്ള കാര്യങ്ങളുള്ളൂ. അതായത് നമുക്ക് സ്റ്റേറ്റ്ലെസ് ആവുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? അധികാരം ഉണ്ടാവില്ല. അധികാരം ഇല്ലെങ്കിൽ തന്നെ എന്തില്ല എന്നർത്ഥം? ഒരു ഇതും ഉണ്ടാവില്ല അല്ലേ? നമുക്ക് എന്തുണ്ടാവില്ല? വിദ്യാഭ്യാസത്തിനോ വോട്ട് ചെയ്യാനോ സ്വതന്ത്രമായിട്ട് റോഡിലൂടെ നടക്കാനോ ഏത് മതം വിശ്വസിക്കണമെന്നോ അങ്ങനത്തെ ഒന്നിനും അധികാരം കുറവായിരിക്കും. ബാക്കിയെല്ലാം തീരുമാനിക്കുന്ന അവിടെ പവർഫുള്ളായിട്ട് ആരാണോ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവിടെ വന്നത്. നമുക്ക് ബ്രിട്ടീഷുകാരാണ് വന്നത് ഇന്ത്യയിൽ, പല സ്ഥലത്തും പലരുമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്ലെസ് ആയി അവർക്ക് സുഖമായിട്ട് നമ്മളെ ഭരിക്കാൻ പറ്റി. അത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസെപ്റ്റ് ഓഫ് നാഷനാണ്. എന്താണ് നാഷൻ? അപ്പോൾ ഇതൊക്കെ മീൻസ് പറഞ്ഞ് മനസ്സിലായോ? എന്താണ് നാഷൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നാഷൻ? What is nation and definition of nation? Definition of nation. Okay. മിസ് ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. അതായത് നമ്മളെ പാഠത്തിൻ്റെ പേര് നാഷണൽ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നാണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് നാഷണൽ സ്റ്റേറ്റ് ആൻഡ് നാഷണാലിസം. ഡിസ്കസ് ദ നേച്ചർ ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇൻ ഇന്ത്യ. Discuss the role of British colonialism and anti-colonial struggles in the birth of Indian nation. Then introduction. Nation, state and society may appear at you three different conceptual categories, but is in the unit we are going to discuss the relationship in the Indian society context. Human society. ഇതിൽ ഫസ്റ്റ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ? ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ നാഷണൽ സ്റ്റേറ്റ് ഇല്ലാതെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് ഓവർകം ചെയ്തത് എന്നാണ് അല്ലേ?
നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓവർകം ചെയ്തത്? ഇറ്റ് എമർജൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് നാഷൻ ഹാസ് ചൈൽഡ് വിത്ത് ദ സൊസൈറ്റീസ് ലിവ്ഡ് ഇൻ പ്രോഗ്രസ്ഡ് ഹിസ്റ്റോറിക്കലി. ദ എമർജൻസ് ആൻഡ് സ്റ്റേറ്റ് സൊസൈറ്റീസ് വാസ് യുണീക്ക് ആൻഡ് റവല്യൂഷണറി ഫിനോമിന. ദേ വർ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഓഫ് ദ വേൾഡ്. India too had stateless society existed. The state of generally associated with the nation. And for a long time, India has a state of formations in which the idea of Indian national state is not a national state took shape. അപ്പോൾ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ഇന്ത്യയിൽ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി? നേരത്തെ നമ്മൾ മിസ് പറഞ്ഞല്ലോ, എന്ത് സ്റ്റേറ്റ്ലെസ് ആണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായാലും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി ആൻഡ് കൾച്ചറലി എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ നോക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ മുന്നിൽ അടിയറവ വെച്ച് അവർ പറയുന്നത് അനുസരിക്കേണ്ട ഒരു സംഭവം ഉണ്ടാവും. സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസ് ആർ ഡിഫൈൻഡ് ദ ടേംസ് ഓഫ് ആബ്സെൻസ് ഓഫ് എനി സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ, implying that there is no formal agency of social control as you different conceptual category we are going to discuss and the ties of kinship and formal agent social control of you find them to contemporary societies. നമ്മുടെ സോഷ്യൽ കൺട്രോൾ, സാമൂഹികപരമായിട്ടുള്ള എല്ലാ കൺട്രോളും നമുക്കില്ലാതിരിക്കുന്ന ഒരവസ്ഥ. ആൻഡ് ഓൾസോ ഇറ്റ് ടൈസ് ടു കിൻഷിപ്പ് ആൻഡ് ഇമേജസ് ഓഫ് സിസ്റ്റം ഓഫ് ഗൈഡ് ആൻഡ് സപ്പോർട്ട് ഓഫ് നോട്ട് പ്രൊഡ്യൂസിങ് എ ലൈഫ്. Pre-agricultural societies not produce this surplus. Even the agricultural transition was made most part of India on their no well developed concept property of land revenue. Scholars to is of wing of agriculture, surplus production and state formation. Held the scholars such a Gordon Chada നമ്മുടെ ഇനിയിപ്പം ഇന്ത്യയുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡും എക്കണോമിക് ഫീൽഡ് എല്ലാം നമുക്ക് വേണം. ആ ഫീൽഡിലൊക്കെ ആരില്ല, നോക്കാൻ ആളില്ലാതെ നമുക്കൊരു ഭരണവർഗത്തിൻ്റെ ഒരു അപാകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് കാണിക്കുന്നുണ്ടായിരുന്നു. ദ ഹിസ്റ്ററി ഓഫ് ദ ബിഗിനിങ് ഓഫ് സിവിലൈസേഷൻ ഇന്ത്യൻ സബ്കോണ്ടിനെൻ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. നമുക്കറിയാം, നമുക്ക് ഇതിനു മുമ്പേ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിൻ്റെ പേര് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ്. എന്താണ്? സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദിയുടെ കരയിൽ നിന്നാണ് ആ സംസ്കാരം ഉടലെടുത്തത്. അതുകൊണ്ട് അവശിഷ്ടം കിട്ടിയത് സിന്ധു നദീതടത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്, സിന്ധു നദീൻ്റെ തീരത്ത് വെച്ചിട്ടാണ് അവർ ആ സംസ്കാരം ഉടലെടുത്തത്. കൂടാതെ ഇതിനെ ഇറ്റ്സ് ഓൾസോ കോൾഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ. Scholars has argued there were existed uniformity in the civilization in terms of the construction of its sites. This has compelled them the concluded that there existed a central political authority, implying that it's not stateless. അപ്പോൾ എങ്ങനെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അന്ന് അവർക്കൊരു ഭരണവർഗം ഉരുത്തിരിഞ്ഞ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? വെരി കോർപ്പറേഷൻ ഇൻ ഓവർ പോട്ടറി ആൻഡ് സിവിലൈസേഷൻ സച്ച് ആൻഡ് Dholvir of Gujarat and a depiction of the scholars of pottery struggles of Indian civilization had a standing army. Without going further into the discussion of nature state in Indus Valley civilization, let's begin our discussion on stateless societies in Indian and disappearing Indus Valley civilization. And the Vedic society was primarily pastoral, nomadic. It did not have to knowledge of agriculture in the beginning. It was primarily guided by lineage system. The Vedic society was primarily അതായത് നമുക്കൊരു സൊസൈറ്റി ഉണ്ട്, വേദകാലഘട്ടം, വേദകാല പീരീഡ് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസ് മേക്സ് ഇൻ എവിഡൻറ്റ് ടു കിൻഷിപ്പ് ആൻഡ് lineage are central features of guiding political organization. Stateless society target characteristics of the system appear to recognizable much for we know the very well society. അതായത് ഇവരെ സ്റ്റേറ്റ്ലെസ് ആകുമ്പോൾ ഇവർക്ക് എന്താണ് പ്രശ്നം? എമർജിങ് ടു സോഷ്യൽ ഫങ്ഷനിങ്. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു ഫങ്ഷൻ പ്രക്രിയ ഉണ്ട് അല്ലേ? നമുക്ക് എന്തായാലും ഒരു ഭരണവർഗമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൊസൈറ്റിയിലുള്ള ഫങ്ഷനിങ് ഒക്കെ നിന്നു പോകും. കാരണം കുറേ കോടതിയാണെങ്കിലും ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷൻ, കോടതി എല്ലാം എന്തിനാണ്? ഒരു ഓർഡർ പ്രകാരമാണ് നടക്കേണ്ടത്. പക്ഷെ ഒരാളില്ലെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ്സ് ഫങ്ഷൻ ഈസ് സ്റ്റോപ്പ് ആൻഡ് ഇറ്റ് ക്ലിയർ സ്റ്റേജ് ഓഫ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ആൻഡ് എംപ്ലോയിഡ് production. Added a fourth category but defined the lineage origin system. So their conclusion made explicit.
ഓക്കെ, ദെൻ ട്രാൻസിഷൻ ഫ്രം സ്റ്റേറ്റ്ലെസ് ടു സ്റ്റേറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ. അങ്ങനെ മൊത്തത്തിലൊരു സോഷ്യൽ ഫങ്ഷനിങ്ങിന് വരെ ഒരു പ്രക്രിയ രൂപീകൃതമല്ലാത്ത സാഹചര്യം. കാരണം അവിടെ ഒരു ഹെഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഫങ്ഷനിങ് ഒന്നും നടക്കാതെ പിന്നെ ഏത് സെക്ഷൻ ആണെങ്കിലും അതിനൊരു കുറവ് കാണിക്കും അല്ലേ, ഇതിനൊന്നും ഒരു ഹെഡ്